الذين قالوا اتخذ الله ولدا ما لهم به من. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي قدر فهدى، الذي خلق الزوجين الذكر والأنثى من نطفة إذا تمنى. اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك عالم الغيب والشهادة العزيز الرحيم. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. صدق الله العلي العظيم. فهو العليم أحاط علما بالذي في الكون من سر ومن إعلان. وهو العليم بما يوسوس عبده في نفسه من غير نطق لساني. ويرى دبيب النمل في غسق الدجى ويرى كذاك تقلب الأجفان. فلك المحامد والمدائح كلها بخواطري وجوارحي ولساني. دلیلے صبح روشن ستاروں کی تنگ تابی افق سے آفتاب برا گیا دورے گرا خوابی. ہزاروں سال نرگس اپنی بے نوری پہ روتی ہے. بڑی مشکل سے ہوتا ہے چمن میں دیدور پیدا. خدائے لم یزل کا دست قدرت تو زبان تو ہے.
यकीन पैदा करे गाफिल के मगलूबे गुमान तू है. അള്ളാഹുവിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഈ വിജ്ഞാനത്തിൻ്റെ സംഗമത്തിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, വളരെ സന്തോഷത്തോടെയും താല്പര്യത്തോടെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവലോക സംരക്ഷകനായ അല്ലാഹു തആല റമളാനിന്റെ പുണ്യം നിറഞ്ഞ ഈ പകലിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളിലൊന്നായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. ഇതിൻ്റെ പുണ്യം കൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു തആല ഈമാൻ കൊണ്ട് വെളിച്ചമാക്കുമാറാവട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. മരണപ്പെടുന്ന സന്ദർഭത്തിൽ കലിമ ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ അത്ഭുതമായി വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ വലിയ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ, അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന അത്യത്ഭുതകരമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇത് പഠിച്ച് ഇതിനെക്കുറിച്ച് ആലോചിച്ച് എന്താണ് നാം നമ്മുടെ ഹൃദയത്തിൽ നേടിയെടുക്കേണ്ടത്? ഇതാണ് മനുഷ്യൻ എത്ര മഹാത്ഭുതം എന്ന ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ലോകപ്രശസ്തനായ മഹാപണ്ഡിതനും നമുക്കേറെ സുപരിചിതനുമായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, അൽ മുഅ്മിൻ ഹായിറുൻ ഫില്ലാഹ് വൽ കാഫിറു ഹായിറുൻ ഫി ഖൽഖില്ലാഹ്. അവിശ്വാസിയായ ഒരാൾ സൃഷ്ടികളെ സംബന്ധിച്ച്, അതിൻ്റെ ചില വൈവിധ്യങ്ങളെ സംബന്ധിച്ച് അത്ഭുതം കൂറുന്നവനും, വിശ്വാസിയായ ആൾ ഈ സൃഷ്ടികളിലൂടെ അള്ളാഹുവിലേക്കെത്തി അള്ളാഹുവിനെ സംബന്ധിച്ച് അത്ഭുതപ്പെടുന്നവനുമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ ലോകത്തുള്ള ഓരോ അത്ഭുതങ്ങളെയും, ആശ്ചര്യങ്ങൾ നിറഞ്ഞ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സൃഷ്ടിലോകത്തെയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത് നമ്മൾ എത്തിച്ചേരുന്നത് അള്ളാഹുവിലേക്കുള്ള ആരാധനയിലാണ്. നമ്മെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മൾ അത് ഏറ്റെടുത്തവരാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനെ ആരാധിക്കുക, അവന്റെ കൽപ്പനകളെ സ്വീകരിക്കുക, അല്ലാഹു തആല വിലക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ നിരാകരിക്കുക, ഇത് ഏറ്റെടുത്തവൻ മനുഷ്യൻ മാത്രമാണ്, അതവന്റെ ദൗത്യമാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർള് فأبين أن يحملنها وأشفقن منها
വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. സൂറത്തുൽ അഹ്സാബിന്റെ 72-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ആകാശഭൂമികളുടെ മേലിലും പർവ്വതങ്ങളുടെ മേലിലും അമാനത്തിനെ നാം എടുത്തു കാണിക്കുകയുണ്ടായി. ഞാൻ മേൽ സൂചിപ്പിച്ച ആരാധനാ കാര്യങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിനെ വഴിപ്പെട്ട് രക്ഷക്കും ശിക്ഷക്കും വിധേയനാകുവാൻ കഴിയുന്ന അല്ലാഹുവിന് സമ്പൂർണമായ ഇബാദത്ത് ചെയ്യുക എന്ന ദൗത്യം അത് ഏറ്റെടുക്കുമോ എന്ന് ആകാശഭൂമികളോട് അല്ലാഹു തആല ചോദിക്കുകയും അവരുടെ മുമ്പിൽ അല്ലാഹു തആല ഇങ്ങനെ ഒരാവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഫഅബൈന അൻ യഹ്മിൽനഹാ, അതേറ്റെടുക്കുവാൻ അവർ വിസമ്മതിക്കുകയുണ്ടായി. ഇബാദത്ത് ചെയ്യുക എന്ന ഒരു കാര്യത്തെ മാത്രമല്ല, അള്ളാഹുവിന്റെ നിർബന്ധമായ കാര്യങ്ങൾ അംഗീകരിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് ചെയ്തുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ രക്ഷയും, അത് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷക്കും വിധേയമാക്കപ്പെടുക, ഇങ്ങനെ ഒരു കാര്യം സ്വീകരിക്കുവാൻ ആകാശഭൂമികൾക്ക് കഴിഞ്ഞില്ല. വ അശ്ഫഖ്ന മിൻഹാ, അതേറ്റെടുക്കുവാൻ ഇത്രയും വലിയ ശക്തി ഉണ്ടായിട്ട് പോലും അവർ ഭയന്നുപോയി. ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അല്ലാഹു തആല ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചു എന്ന് ഹദീസുകളിൽ കാണുവാൻ കഴിയും. ആദം നബിയെ, ഞാൻ ഇതാ അമാനത്തിനെ ജനങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇന്നാലിന്നതാണ്. ആകാശഭൂമികൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ആദം നബി അലൈഹിസ്സലാം മനുഷ്യകുലത്തിന് വേണ്ടി അത് ഏറ്റെടുത്തു. വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ആ ദൗത്യം അവൻ വിസ്മരിക്കുന്നവനും അവൻ അറിവില്ലാതെ ജീവിക്കുന്നവനും അള്ളാഹുവിനോട് ധിക്കാര മനോഭാവം കാണിക്കുന്നവനുമാണ് എന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. സ്ത്രീ പുരുഷന്മാരായ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം ഈ ഇബാദത്താണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തമ്പുരാന്റെ രീതി എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള ആ വിശ്വാസത്തിലേക്ക്, അവന്റെ ആസ്തിക്യത്തിലേക്ക്, അല്ലാഹു എന്ന റഹ്മാനായ നാഥനിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുക എന്നതാണ്. ആ ഒരു ശൈലിയാണ് അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യകുലത്തിന്റെ മാർഗദർശനമായ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അവനെ കുറിച്ച് സംസാരിക്കുന്നു. ആകാശ ലോകത്തെ വിസ്മയങ്ങളെ കുറിച്ച്, അതിന്റെ വിശാലതയെ കുറിച്ച്, അതിന്റെ ഉയരങ്ങളെ കുറിച്ച്, തൂണുകളില്ലാതെ ആകാശം നിലനിൽക്കുന്ന അത്ഭുതത്തെ കുറിച്ച്, വാനലോകത്തെ നക്ഷത്രങ്ങളെ കുറിച്ച്, സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, കാറ്റിനെ സംബന്ധിച്ച്, ഭൂമിയിലുള്ള പർവ്വതങ്ങൾ, മരങ്ങൾ, മാമലകൾ, സമുദ്രങ്ങൾ, ആ സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങൾ, എല്ലാ ജീവജാലങ്ങളും, ഇതിലെ എല്ലാം പരാമർശിച്ചുകൊണ്ട് അല്ലാഹു തആല മനുഷ്യരായ നമ്മെ അവന്റെ ഇബാദത്തിലേക്ക് ക്ഷണിക്കുകയാണ്, അവനിലുള്ള വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്, അവനെ കുറിച്ചുള്ള അറിവിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. അത് അല്ലാഹു തമ്പുരാന്റെ ഒരു രീതിയാണ്. ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങിയ വചനം നോക്കൂ നിങ്ങൾ. പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിലെ ഒരു രാവിലായിരുന്നുവല്ലോ. പ്രബലമായ അഭിപ്രായ പ്രകാരം ലൈലത്തുൽ ഖദറിന്റെ രാവിൽ, റമദാനിലെ 27-ാമത്തെ രാവിലാണല്ലോ ഹിറാ ഗുഹയിൽ അല്ലാഹുവിന്റെ വചനം ആദ്യമായി മുഴങ്ങുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹു ആരാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. അവൻ അല്ലദീ ഖലഖ്, അവൻ ഒരുപാട് സവിശേഷതകളുണ്ട്, ഒരുപാട് ഗുണങ്ങൾ അല്ലാഹുവിനുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ആദ്യമായി അല്ലാഹു തആല പറയുന്നത് അല്ലദീ ഖലഖ്,
അവൻ സൃഷ്ടിച്ചവനാണ് എന്നുള്ളതാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതമായ നാമങ്ങളിലൊന്ന് അവന്റെ സവിശേഷതയെ, അവന്റെ പ്രത്യേകതയെ സൃഷ്ടികളായ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്ന് അൽ ഖാലിഖ് എന്നതാണ്. ഇല്ലായ്മയിൽ നിന്ന് അവൻ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി. ഇല്ലായ്മയിൽ നിന്ന് അല്ലാഹു തആല വസ്തുക്കളെ പടച്ചു. ഇങ്ങനെയാണ് അല്ലാഹു തആല മനുഷ്യരായ നമുക്ക് അവനെ പ്രഥമമായും പ്രധാനമായും പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു തആല സൃഷ്ടാവാണ്. അങ്ങനെയാണ് അവന്റെ ആസ്തിക്യത്തിലേക്ക് നമ്മെ അല്ലാഹു തആല കൊണ്ടുപോകുന്നത്. വിശ്വാസികളായ നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ കുറിച്ച് അറിയുന്ന പ്രധാനപ്പെട്ട കാര്യവും അല്ലാഹുവിന്റെ ഈ സൃഷ്ടിലോകവും അല്ലാഹു തആല അതിൽ കാണിച്ചിരിക്കുന്ന വൈവിധ്യകരമായ സംഗതികളുമാണ്. എന്തിന് അല്ലാഹു തആല ഈ സൃഷ്ടിയെ പരിചയപ്പെടുത്തുന്നു? എന്തിനാണ് അല്ലാഹു തആല ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നത്? വലഖദ് ഖലഖ്നൽ ഇൻസാൻ, ഓരോ മനുഷ്യനെയും നാമാണ് സൃഷ്ടിച്ചത് എന്ന് എന്തിനാണ് അല്ലാഹു തആല പറയുന്നത്? ഖുർആനിലുള്ള നിരവധി വചനങ്ങളിലൂടെ എന്ത് ലക്ഷ്യത്തോടുകൂടെയാണ് അല്ലാഹു തആല ഈ സൃഷ്ടിലോകത്തെ കുറിച്ചും സൃഷ്ടിപ്പിനെ കുറിച്ചും അതിലുള്ള അത്ഭുതങ്ങളെ കുറിച്ചും പറയുന്നത്? പ്രധാനമായും അതിന് രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു ആരാണ്, എന്താണ് അവന്റെ പ്രത്യേകതകൾ, നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം? അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന അസംഖ്യം വസ്തുക്കളുണ്ടല്ലോ, അവയും അല്ലാഹുവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? കല്ലുകൾ, ബിംബങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ ആരാധിക്കപ്പെടുന്നവയാണ്. പലതും സ്രഷ്ടാവാണ് എന്ന് ജൽപ്പിക്കപ്പെടുന്നവയാണ്. അവയും അല്ലാഹുവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നമ്മുടെ നാഥൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ മുദ്രാവാക്യമായി മുഴക്കുമ്പോൾ ആ അല്ലാഹു ആരാണ് അത് ബോധ്യപ്പെടുത്താനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മോട് വിളംബരം ചെയ്യുന്നത്. രണ്ടാമത്തെ ലക്ഷ്യവും വളരെ പ്രധാനമാണ്. എന്താണത്? മനുഷ്യരെ, നിങ്ങൾ ഇവിടെ ജീവിക്കുന്നവരാണെങ്കിൽ ഈ ജീവിതത്തിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു ജീവിതമുണ്ട്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് പുനരുദ്ധരിക്കപ്പെടുന്നവരാണ്. ആ ഉദ്ധാനത്തിന്റെ പിന്നിലുള്ള മഹാശക്തി അല്ലാഹുവാണ്. നിങ്ങളുടെ വിജയവും പരാജയവും നിർണയിക്കപ്പെടുന്നതും അതിനുള്ള രക്ഷയും ശിക്ഷയും പ്രതിഫലവും നൽകപ്പെടുന്നതും എല്ലാം ആ ഒരു ഘട്ടത്തിലാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാനും കൂടിയാണ് അല്ലാഹു തആല ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. ഈമാനുള്ളവരെ ചിന്തിക്കുക, ഇതോതാതെ ഒരു ദിവസവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകാറില്ലല്ലോ. ഒരു മനുഷ്യൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞാൽ ആ മനുഷ്യന് വേണ്ടി നമ്മൾ ഓതുന്നത്
ആസന്ന മരണനായ ഒരാളുടെ അടുക്കൽ നിന്ന് നമ്മൾ ഓതുന്നത്, നമ്മുടെ മുൻഗാമികൾക്ക് വേണ്ടി ഓതി നമ്മൾ ഹദിയ ചെയ്യുന്നത്, വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓതാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടത് ഖൽബുൽ ഖുർആനായ യാസീനാണെങ്കിൽ ആ യാസീനിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണിത്. മനുഷ്യരെ, നിങ്ങൾ നിസ്സാരമായി സൃഷ്ടിക്കപ്പെട്ടവരാണ്, നിങ്ങളെ നാം സൃഷ്ടിച്ചതാണ്, ഇനി നിങ്ങൾ രണ്ടാമത് ഉണ്ടാവുകയും ചെയ്യുന്നവരാണ്. ഇതൊരു വിശ്വാസമാണ്. ആഖിറവുമായി ബന്ധപ്പെട്ട ഈ വിശ്വാസത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്താനാണ് അല്ലാഹു തആല സൃഷ്ടിലോകത്തെ ഈ അത്ഭുതങ്ങൾ നമ്മോട് പറയുന്നത്. ആസ് ഇബ്നു വാഇൽ, അതല്ലെങ്കിൽ ഉബയ്യ് ഇബ്നു ഖലഫ്, ഇവൻ മക്കയിൽ ചത്തുപോയ ഒരു കഴുതയുടെ എല്ലെടുത്തു. ആ എല്ലുമായിട്ടവൻ ആളുകൾക്കിടയിലൂടെ നടന്നു, സ്വഹാബികൾക്കിടയിലൂടെ നടന്നു. മുഹമ്മദുർ റസൂലിന്റെ അടുക്കലും ആ എല്ലുമായിട്ടവൻ വന്നു. എന്നിട്ടവൻ വെല്ലുവിളിക്കുകയാണ്, എന്ത് വിഡ്ഢിത്തമാണ് മുഹമ്മദേ നീ പറയുന്നത്? ഇതുപോലെ എല്ലായി തീർന്നാൽ, മാംസവും എല്ലുകളുമൊക്കെ മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ, നുരുമ്പിപ്പോയാൽ പിന്നെ എങ്ങനെയാണ് രണ്ടാമത് അതിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നത്? നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഇൻ ഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ, ജീവിതം എന്നാൽ ഈ ദുനിയാവിലുള്ള ആയുഷ്കാലത്തെ ജീവിതം മാത്രമാണ്. ചില ആളുകൾ ജീവിക്കുന്നു, ചില ആളുകൾ മരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അതിന് മറുപടി പറഞ്ഞത് ഖുർആനിലുള്ള ഈ വചനമാണ്, സൂറത്ത് യാസീൻ. എന്താണത്? അവലം യറൽ ഇൻസാൻ, എന്തേ മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ? അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫ, വളരെ നിസ്സാരമായ ഒരു ബീജകണികയിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്. ഫഇദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ട് അവനതാ വ്യക്തമായി നമ്മോട് തർക്കിക്കാൻ വരുന്നു. എന്നിട്ടവൻ നമ്മുടെ മുമ്പിൽ കഴുതയുടെ എല്ലുമായിട്ട് വരികയാണ്. വളറബ ലനാ മസല, അവൻ നമ്മുടെ മുമ്പിൽ ഉദാഹരിക്കുകയാണ്. എന്നിട്ടവൻ ചോദിക്കുന്നത്, മൈ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഈ എല്ലുകൾ നുരുമ്പിക്കഴിഞ്ഞാൽ ആരാണ് ഈ എല്ലുകളെ രണ്ടാമത് ജീവിപ്പിക്കുക എന്നാണ്. ഖുൽ, നബിയെ നിങ്ങൾ വിളംബരം ചെയ്യണം, നിങ്ങൾ പ്രഖ്യാപിക്കണം, സമുദായത്തോടങ്ങ് ഉറക്കെ പറയണം. യുഹയ്യിഹല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യം അവനെ ആരാ ഉണ്ടാക്കിയത്? ആദ്യം അവനെ ആരാ സൃഷ്ടിച്ചത്? ഇല്ലായ്മയിൽ നിന്നവന് രൂപഭാവങ്ങൾ, സ്വഭാവങ്ങൾ നൽകിയതാരാണ്? ആ അല്ലാഹു തന്നെയാണ് അവനെ സൃഷ്ടിക്കുന്നത്. നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം. ഇത് ബോധ്യപ്പെടുത്താനാണ് അല്ലാഹു തആല ഈ സൃഷ്ടിലോകത്തിന്റെ അത്ഭുതങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ ഖുർആനിൽ പറയുന്നത്. അല്ലേ? ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ. അവൻ കരുതുന്നുണ്ടോ? അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ കരുതുന്നുണ്ടോ? അല്ലൻ നജ്മഅ ഇളാമ, അവന്റെ എല്ലുകൾ നാം കൂട്ടിച്ചേർത്ത് രണ്ടാമത് അവനെ പുനരുദ്ധരിക്കുകയില്ല എന്ന്. ഇത് കഴിയുമെടോ അല്ലാഹുവിന്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തുമ്പുകൾ പോലും ശരിപ്പെടുത്തിയവനല്ലേ അല്ലാഹു തആല.
ഈ ലോകത്ത് എത്ര മനുഷ്യരുണ്ട്, ആ മനുഷ്യർക്ക് എത്ര വിരലുകളുണ്ട്. ഒരു മനുഷ്യന്റെ വിരൽ തുമ്പിലെ അടയാളം മറ്റൊരു മനുഷ്യന്റേതുമായി യാതൊരു സാമ്യതയും ഇല്ല എന്ന തത്വത്തിൽ നിന്നല്ലേ നമുക്കെല്ലാവർക്കും സുപരിചിതമായ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് വിരലടയാളം എന്ന ഒരു സംവിധാനം തന്നെ ആധുനിക കാലത്ത് ഉപയോഗിക്കപ്പെടുന്നത്. അതിലൂടെ എത്ര കേസുകൾ തെളിയിക്കപ്പെടുന്നു, എത്ര പ്രതികൾ പിടിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? അല്ലാഹു തആല ഓരോരുത്തരുടെയും ഓരോ രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ. തന്റെ മുമ്പിൽ വരാനിരിക്കുന്ന മഹ്ശറിലേക്കുള്ള നടത്തത്തെ സംബന്ധിച്ച്, പരലോകത്തേക്കുള്ള യാത്രയെ സംബന്ധിച്ച് അവൻ ധിക്കാരപൂർണമായ സമീപനം കൈക്കൊള്ളുന്നു എന്നാണ് അല്ലാഹു തആല നമ്മോട് പറയുന്നത്. അവൻ അധർമ്മകാരിയായിരിക്കുകയാണ്. ഇതാണ് ഇത് പറയുന്നതിന്റെ രണ്ട് ലക്ഷ്യങ്ങൾ. മനുഷ്യരെ നിങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചതാണ്, ഒന്ന്. രണ്ട്, മനുഷ്യരെ നിങ്ങൾ ഈ ലോകത്തുള്ള ജീവിതത്തിന് ശേഷം രണ്ടാമതൊന്നുകൂടെ സൃഷ്ടിക്കപ്പെടേണ്ടവരാണ്. അല്ലാഹുവിന്റെ കരുണയെ നമുക്കറിയാം. ഇതിലൂടെ അവൻ റഹ്മാനാണെന്ന് നമുക്ക് ബോധ്യപ്പെടാം. അല്ലാഹു തമ്പുരാന്റെ നിലയ്ക്കാത്ത കഴിവുകളുടെ മുമ്പിൽ മനുഷ്യരെ നിങ്ങൾക്ക് അഹങ്കരിക്കാൻ ഒരു വകുപ്പുമില്ല. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നിലകൊള്ളാനല്ലാതെ അവന്റെ വിധിക്ക് വിധേയരാകുവാനല്ലാതെ യാതൊരു വകുപ്പും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ദൈവത്തിന്റെ മുകളിലാണെന്ന് പറയുന്നത്, ഞങ്ങൾ സൃഷ്ടിലോകത്തെ കീഴ്പ്പെടുത്തുമെന്ന് പറയുന്നത്, ഞങ്ങൾ ആയുധം കൊണ്ട് ലോകത്തെ ചുട്ടുകരിക്കുമെന്ന് പറയുന്നത്? വ്യക്തിപരമായോ സാമൂഹികമായോ സാമ്പത്തികമായോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ അഹങ്കരിക്കാൻ യാതൊരു വകുപ്പുമില്ല. അതിനുള്ള വഴി ഏതുമേയില്ല. നിങ്ങൾ അവന്റെ തീരുമാനത്തിന് വിധേയരാകേണ്ടവരാണ്. നിങ്ങൾ അവന്റെ നിയന്ത്രണത്തിന് വിധേയരാകേണ്ടവരാണ്. നിങ്ങൾക്കൊരു കഴിവുമില്ല, നിങ്ങൾക്കൊരു ശേഷിയുമില്ല. വിധിയുടെ ബലി മൃഗങ്ങൾ, അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. വിധിയുടെ ബലി മൃഗങ്ങൾ, അതുമാത്രമാണ് മനുഷ്യരെ. നിങ്ങൾക്ക് അഹങ്കരിക്കാൻ ഒരു വകുപ്പുമില്ല. നിങ്ങൾ പടച്ചവൻ നിങ്ങളുടെ ശരീരത്തിൽ സംവിധാനിച്ചിരിക്കുന്ന അവന്റെ കരുണ കൊണ്ട് മാത്രം, അവന്റെ ദയ കൊണ്ട് മാത്രം വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ പരിഗണിക്കാതെ അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്ന ഈ അത്ഭുതങ്ങളെ കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ വിളിക്കുക, നിങ്ങൾ മുഴക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തമ്പുരാനെ, ഞങ്ങൾ നിന്റെ അടിമയാണ്. തമ്പുരാനെ, ഞാൻ നിന്റെ വിനീതനായ ദാസനാണ്. ഞാൻ നിന്റെ മുമ്പിൽ അഹങ്കരിക്കുന്നില്ല റബ്ബേ. നിന്റെ മുമ്പിൽ ഇതാ ഞാൻ റുകൂഉ ചെയ്യുന്നു, നിന്റെ മുമ്പിൽ ഇതാ ഞാൻ സുജൂദ് ചെയ്യുന്നു. ഇത് ബോധ്യപ്പെടാനാണ് നമ്മൾ ഈ അത്ഭുതങ്ങളെ പഠിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുകയാണ്, അജബൻ ലിബ്നി ആദം, മനുഷ്യന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്, മനുഷ്യന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്. വഖദ് ഖറജ മിൻ മജ്റൽ ബൗലി ബറത്തൈൻ, പിതാവിന്റെ മൂത്രദ്വാരത്തിലൂടെ അവൻ ഒരു തവണ പുറത്തു വന്നു. രണ്ടാമത്തെ തവണ മാതാവിന്റെ മൂത്രഭാഗത്തുകൂടെ അവൻ പുറത്തു വന്നു. ഇതല്ലേ മനുഷ്യ നീ? പിന്നെ എങ്ങനെയാണ് നീ അഹങ്കരിക്കുന്നത്? എങ്ങനെയാണ് നീ റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നത്? എങ്ങനെയാണ് നീ അല്ലാഹുവിനെ മറക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വലാത്തുറക്കെ, ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കഫിഹി. ഒരിക്കൽ നബി തിരുമേനി സ്വഹാബികളുടെ മുമ്പിൽ പ്രഭാഷണം നടത്തുമ്പോൾ തന്റെ കൈയിൽ ഒന്നിങ്ങനെ തുപ്പി. അല്ലാഹുവിനല്ലാതെ ഇതിൽ സംശയമില്ലല്ലോ, ഇത് കൃത്യമാണല്ലോ, ഇത് വിശ്വാസയോഗ്യമാണല്ലോ. അല്ലാഹുവേ,
നീ സംവിധായകനാണ്, നീ സൃഷ്ടാവാണ്, ഞങ്ങൾ നിന്റെ മുമ്പിൽ വണങ്ങുന്നു റബ്ബേ. നമ്മുടെ ഹൃദയത്തിന് ബോധ്യപ്പെടാൻ, നമ്മുടെ മനസ്സിൽ വിശ്വാസം അടിയുറക്കാൻ ഇതിൽ പരം മറ്റെന്തു വേണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ അസ്അലുക്കൽ ജന്നത. ഒന്നുകൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഒന്നുകൂടെ ആവേശത്തോടെ ഉറക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു തന്നെയാണ് അൽ ഖാലിഖ്. അവനെ ഇബാദത്ത് ചെയ്യുക, അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽ പരിപൂർണമായും വിശ്വസിക്കുക, അവന്റെ വിധിയെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുക. മറ്റൊന്നുമേ നമ്മിൽ നിന്നുണ്ടാകരുത്. വിധിയെ വെല്ലുവിളിക്കരുത്, തീരുമാനങ്ങളെ കുറിച്ച് ധിക്കാരപൂർവം സംസാരിക്കരുത്. നമ്മളിത് പഠിക്കുന്നത് അതിനാണ്, ആദം നബിയെ കുറിച്ച് മനസ്സിലാക്കുന്നത് അതിനാണ്. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞങ്ങളുടെ ജീവൻ സമർപ്പിക്കേണ്ടി വന്നാൽ അതിനുപോലും ഞങ്ങൾ തയ്യാറാണ് അല്ലാഹ്. മദീനയിൽ നിന്ന് ഒരൽപ്പം ദൂരെയുള്ള ഒരു വലിയ പർവ്വതമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ ആ പർവ്വതത്തിന്റെ ഭാഗങ്ങളിൽ താമസിച്ചിരുന്നു. ആ മല കടന്ന് മരുഭൂമിയിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ട് വേണം മദീനയിലേക്ക് എത്താൻ. അവിടെ അബ്ദുൽ ഉസ്സ എന്ന ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. അബ്ദുൽ ഉസ്സ. ഈ അബ്ദുൽ ഉസ്സ പ്രവാചകനെ കുറിച്ചറിഞ്ഞു, നബിയെ കുറിച്ചറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കുറിച്ചറിഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഈ ചെറുപ്പക്കാരൻ അതിൽ വലിയ താല്പര്യം കാണിച്ചു. എങ്ങനെയെങ്കിലും നബിയെ കാണണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയിൽ വിശ്വസിക്കണം, നബിയെ പുൽകണം. പക്ഷേ ആ ചെറുപ്പക്കാരന് ബാപ്പയില്ല. പിതാവ് ചെറുപ്പത്തിലെ മരിച്ചുപോയിരുന്നു. കൂട്ടുകുടുംബങ്ങൾ ഒരുപാടുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്. പിതൃവ്യനാണ് ഈ ചെറുപ്പക്കാരനെ വളർത്തുന്നത്. ഈ കുട്ടി വിചാരിച്ചു, അബ്ദുൽ ഉസ്സ വിചാരിച്ചു, എന്റെ പിതാവ്, എന്റെ പ്രിയപ്പെട്ട പിതൃവ്യനും മുഹമ്മദ് നബിയെ അംഗീകരിച്ചാൽ എത്ര നന്നായിരുന്നു. പക്ഷേ പിതൃവ്യനും നബിയെ കുറിച്ചറിഞ്ഞു, വിശ്വസിച്ചില്ല, സ്വീകരിച്ചില്ല. അങ്ങനെ അബ്ദുൽ ഉസ്സ ഒരിക്കൽ പിതൃവ്യന്റെ മുമ്പിൽ ചൊല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ മുഹമ്മദ് നബിയെ കാണാൻ പോവുകയാണ്, നിങ്ങൾ എനിക്കതിന് അവസരം തരണം. ഞാൻ മുസ്ലിമാകാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ മുഹമ്മദ് നബിയുടെ അടുക്കൽ പോകാൻ വിചാരിക്കുന്നു. പിതൃവ്യൻ ആക്രോശിച്ചു. കൂട്ടുകാർ കൂടി, കുടുംബക്കാർ കൂടി, എല്ലാവരും അബ്ദുൽ ഉസ്സക്കെതിരായ ആക്രോശങ്ങൾ ചൊരിഞ്ഞു. അവസാനം പറഞ്ഞു, നീ നന്ദികേട് കാണിക്കുകയാണല്ലേ, നിന്റെ ശരീരത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ പോലും ഞങ്ങൾ ഊരിയെടുക്കും. അങ്ങനെ പറഞ്ഞു, നിന്റെ വസ്ത്രങ്ങൾ പോലും ഞങ്ങൾ ഊരിയെടുക്കും, ഒന്നും നിനക്ക് തരൂല്ല. അങ്ങനെ എല്ലാ വസ്ത്രങ്ങളും ഊരിമാറ്റി. അവസാനം നമ്മൾ തോർത്തെടുക്കാറില്ലേ, അതുപോലെ കിറാനായ, നാണം മറയ്ക്കാൻ മാത്രം പാകമായ ബിജാദ് എന്നാണ് അതിന് അറബിയിൽ പറയുക, ഒരു ബിജാദ് കൊടുത്തു. അതുമായിട്ട് ഈ ചെറുപ്പക്കാരൻ മലയിറങ്ങിയിട്ട് മരുഭൂമിയിലൂടെ നടന്നപ്പോഴേക്ക് ഈ തോർത്തു പോലെയുള്ള ഈ സാധനം രണ്ട് കഷ്ണമായി മാറിയിരുന്നു. ആ ചെറുപ്പക്കാരൻ മസ്ജിദുൻ നബവിയിലെത്തി. ളുഹർ നിസ്കാരത്തിന് വേണ്ടിയിട്ട് സ്വഹാബികൾ വരുന്നുണ്ട്, നബിയും വരുന്നുണ്ട്. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറുപ്പക്കാരൻ കുപ്പായമിടാതെ നിൽക്കുന്ന കേവലം രണ്ട് കഷ്ണമുള്ള ഒരു തുണി കൊണ്ട് പതുക്കെ ഇങ്ങനെ നാണം മറച്ചു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഇങ്ങ് ചേർത്ത് പിടിച്ചു. നീ ആരാണ്? എന്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. എന്നാൽ നിന്റെ പേര് നീ നല്ല പേരാക്കണം, അബ്ദുറഹ്മാൻ എന്നാക്കണം. മുസ്ലിമായി, അള്ളാഹുവിനെ അറിഞ്ഞു, വിശ്വസിച്ചു. പിന്നെ നബിയുടെ കൂടെ തന്നെ ഈമാനിനൊരു കുറവുമില്ല.
എന്തൊരു ശക്തിയാണ് ഈമാനിന്. എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കുകയാണ് റസൂലുള്ളാഹിനോടുകൂടെ, നബിയോടുകൂടെ എപ്പോഴുണ്ടാകും. സ്വഹാബികളാ ചെറുപ്പക്കാരന് പേര് വിളിച്ചു ദുൽ ബിജാദൈൻ. കാരണം നാണം മറക്കാൻ, ഔറത്ത് മറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആ വസ്ത്രം 2 കഷ്ണമായി മാറിയതാണല്ലോ അവര് കാണുന്നത്. അതുകൊണ്ട് ദുൽ ബിജാദൈൻ അങ്ങനെ പ്രസിദ്ധനായി. കാലം ഇങ്ങനെ പോവാണ്. നബിയുടെ പള്ളിയിലുണ്ട്, ഖുർആനോത്തുമായി ഹദീസുമായി പഠനവുമായി. വിശപ്പും ദാഹവും സഹിച്ച് നബിയോടുകൂടെയുണ്ട്. ഒരു ദിവസം നബിയോട് തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് ഷഹാദത്ത് വേണം, എനിക്ക് രക്തസാക്ഷിയാവണം. ഇങ്ങനെ പോയാ പോരെ നബിയേ, ഒരുപാട് കാലമായില്ലേ ഞാൻ മോഹിക്കുന്നു, അങ്ങയോട് കൂടെ ഞാൻ യുദ്ധം ചെയ്യുന്നു. ഈ യുദ്ധത്തിൽ എനിക്ക് ഉറപ്പായിട്ടും രക്തസാക്ഷിയാവണം. വേണ്ട ദുൽ ബിജാദൈൻ, അല്ലാഹുവേ ഈ ദുൽ ബിജാദൈൻ ഇതാ എന്നോട് രക്തസാക്ഷിത്വം ചോദിക്കുന്നു. പടച്ചോനെ, വാ കൊണ്ടുള്ളതല്ലാത്ത ഒരു മരണം നീ കൊടുക്കണേ അല്ലാ. നബിയേ, എനിക്കതല്ല വേണ്ടത്, എനിക്ക് വാള് കൊണ്ടുള്ള മരണം തന്നെയാ വേണ്ടത് നബിയേ. ദുൽ ബിജാദൈൻ എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ വാള് കൊണ്ടുള്ളതല്ലാത്ത ഒരു മരണം കൊടുക്കണേ. തബൂക്ക് യുദ്ധം കഷ്ടപ്പാടിന്റെ യുദ്ധമാണ്, പ്രയാസത്തിന്റെയും പരിവട്ടത്തിന്റെയും യുദ്ധമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരന് കഠിനമായ പനി ബാധിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പോലും പരിപാലിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ പോയി ഈ ചെറുപ്പക്കാരൻ വഴിവക്കിൽ വെച്ച് അന്ത്യശ്വാസം വലിക്കുകയാണ്. മയ്യിത്ത് കുളിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ ഖബർ വെട്ടിയിട്ട് നബി തിരുമേനി ഖബറിലേക്ക് ഇറങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഖബറിലേക്ക് ഇറങ്ങി. ബഹുമാനപ്പെട്ട സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാണ്, ഞാൻ മുസ്ലിമായിട്ട് 15 കൊല്ലമായി. ഇദ്ദേഹം മുസ്ലിമായിട്ട് കുറഞ്ഞ കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ വിചാരിച്ചു പോയി, അല്ലാഹ് ദുൽ ബിജാദൈനിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ റബ്ബേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ വിശ്വാസത്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മളിത് പറയുന്നത്. 10 മാസം മുമ്പ് നമ്മൾ ജന്മം കൊള്ളുന്നതിന്റെ 10 മാസം മുമ്പ് നമ്മളൊക്കെ ആരായിരുന്നു? അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് മാലിക് ഇബ്നു ദീനാർ എന്ന് പറയുന്ന ഒരു വലിയ യോദ്ധാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ യോദ്ധാവാണ്. യോദ്ധാവായ അദ്ദേഹം തന്റെ ശരീരപ്രകൃതി ആളുകളൊക്കെ കണ്ടാൽ വഴിമാറി നിൽക്കുന്ന അദ്ദേഹം ഇങ്ങനെ മുഹല്ലബ് ഇബ്നു അബീ സുഫിയാൻ, ഇതാണ് അദ്ദേഹത്തിന്റെ പേര്, മുഹല്ലബ് ഇബ്നു അബീ സുഫിയാൻ. ഇതെങ്ങനെ വലിയ യോദ്ധാവാണ് മുഹല്ലബ്. അദ്ദേഹം തന്റെ ശരീരമൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ പുറത്തിറങ്ങുകയാണ്. അപ്പൊ ആളുകളൊക്കെ വഴിമാറി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തെ കണ്ടു മാലിക് ഇബ്നു ദീനാർ എന്ന മഹാനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടപ്പോ ചോദിച്ചു, അല്ല, എന്തിനാണ് മുഹല്ലബ് ഇത്ര വലിയ അഹങ്കാരത്തോടെ നീ നടക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ നിന്റെ തുടക്കം മ്ലേച്ഛമായ ഇന്ദ്രിയത്തുള്ളിയായിരുന്നില്ലേ? ഇനി നിന്റെ പര്യവസാനമോ മണക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ശവമായിട്ടല്ലയോ? വമാ ബൈനഹുമാ അന്ത തഹ്മിലുൽ അദറ, അതിനിടയിൽ നീ കാഷ്ടം ചുമക്കുന്ന ഒരാളല്ലേ? അദ്ദേഹം ചോദിച്ചത് നമ്മോടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? 10 മാസം മുമ്പ് ജന്മം കൊള്ളുന്നതിന്റെ 10 മാസം മുമ്പ് നമ്മൾ ആരായിരുന്നു? ഒരത്ഭുതം നമ്മൾ ചിന്തിക്കണം, നമ്മൾ എങ്ങനെ ഉണ്ടാവുന്നു? അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. പരിചയമുള്ള ആയത്താണ്, സൂറത്തുൽ വാഖിഅ അല്ലേ? അഫറഅയ്തും മാ തുംനൂൻ,
നിങ്ങൾ വിസർജിക്കുന്ന ശുക്ലങ്ങളെക്കുറിച്ച്, ഇന്ദ്രിയ തുള്ളികളെക്കുറിച്ച്, രേതസ്കണങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ മനുഷ്യനായി സൃഷ്ടിക്കുന്നത്? അതോ നമ്മളാണോ അതിനെ മനുഷ്യനായി സൃഷ്ടിക്കുന്നത്? അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കഥയാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കഥയാണെങ്കിലും ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യനുണ്ടോ അവന്റെ എല്ലാവന്റെയും കഥ ഇതാണ്. ഒരാളും ഇതിൽ നിന്ന് ഭിന്നമല്ല. ഇന്നയാളുടെ കാര്യമാണ്, ഇന്നയാളുടെ കാര്യമാണ്, അങ്ങനെയല്ല. ഒരു സാധാരണക്കാരനായ ഒരു ഭിക്ഷയാചിക്കുന്ന ഒരു തൊഴിലാളിയാണെങ്കിലും, ഒരു ഭിക്ഷക്കാരനാണെങ്കിലും, ഒരു തൊഴിലാളിയാണെങ്കിലും, ഒരു മുതലാളിയാണെങ്കിലും അവന്റെയൊക്കെ കഥ ഇതാണല്ലോ. എന്ത് നമ്മുടെ നിർമ്മാണം നമ്മൾ എങ്ങനെ ഉണ്ടായി ചിന്തിക്കണം. ഒരല്പസമയം ശ്രദ്ധിക്കണം. പുരുഷനും സ്ത്രീക്കും ഇതിൽ പങ്കുണ്ട്. പ്രായപൂർത്തി എത്തുന്നത് വരെ പുരുഷന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വൃഷ്ണങ്ങൾ എന്ന് പറയുന്ന ഭാഗങ്ങൾ. അത് ജന്മത്തോടുകൂടെ തന്നെ ശരീരത്തിലുണ്ടാകും. ഈ വൃഷ്ണങ്ങളുടെ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഫീ ഖറാരിൻ മകീൻ, നല്ല ഭദ്രമായ ഒരു സ്ഥാനം എന്ന് പറഞ്ഞല്ലോ. ഒരഭിപ്രായം അത് ഈ വൃഷ്ണസഞ്ചിയെ കുറിച്ചാണ്. എന്താണ് പുരുഷന്റെ വൃഷ്ണസഞ്ചി? ഈ വൃഷ്ണസഞ്ചിയിലുള്ള പയർമണിയുടെ ആകൃതിയിലുള്ള ആ ചെറിയ വൃഷ്ണങ്ങളുണ്ടല്ലോ, ആ വൃഷ്ണങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മം പുരുഷനെ പുരുഷനാക്കുക എന്നുള്ളതാണ്. പ്രായപൂർത്തി എത്തുന്നത് വരെ നമ്മുടെ ശരീരത്തിൽ, ആണുങ്ങളുടെ ശരീരത്തിൽ പുരുഷന്മാരാക്കുന്നതിനുള്ള ഹോർമോണുകൾ ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രായപൂർത്തി എത്തുന്നതോടെ അത് ബീജോൽപാദനം ആരംഭിക്കും. ആ ബീജം ഏറ്റവും വലിയ അത്ഭുതമാണ്. ശുക്ലം എന്ന് പറയുന്ന ജലത്തിന്റെ വലിയ കൂട്ടത്തിലൂടെയാണ്, ദ്രവ പദാർത്ഥത്തിലൂടെയാണ് ശുക്ലത്തെ അല്ലാഹു തആല സഞ്ചരിപ്പിക്കുന്നത്. അത് അല്ലാഹു തആല ഉൽപാദനം തുടങ്ങുന്നതാവട്ടെ യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, വാരിയെല്ലിന്റെയും അതുപോലെ നട്ടെല്ലിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ വൃഷ്ണസഞ്ചിയിലേക്ക് ബീജോൽപാദനം നടത്തുവാനുള്ള സംവിധാനങ്ങളെ അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നത്. ഈ ബീജത്തെ അല്ലാഹു തആല ഒരു ഭദ്രമായ സ്ഥാനത്ത് വെച്ചിരിക്കുകയാണ്. അത് മനുഷ്യൻ വെറുതെ കളയുവാൻ പാടില്ല. അല്ലാഹു തആല അങ്ങനെ വെറുതെ നഷ്ടപ്പെടുത്തുന്ന ആളുകളെ ശപിച്ചിരിക്കുന്നു. അത് കൈകൊണ്ടാണെങ്കിലും അതുപോലെയുള്ള എന്തെങ്കിലും മാനസികമായ വ്യാപാരങ്ങളിലൂടെയാണെങ്കിലും അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിയില്ലാതെ, തീരുമാനമില്ലാതെ, അവന്റെ നിയമങ്ങളില്ലാതെ മനുഷ്യനത് ഉപയോഗിക്കുവാനോ മനുഷ്യനതിൽ അതുമായി ബന്ധപ്പെടുവാനോ മനുഷ്യന് യാതൊരു അർഹതയുമില്ല എന്നുള്ളതാണ് ദീൻ പറയുന്നത്. അല്ലാഹു തആല അങ്ങനെ ചെയ്യുന്ന ആളുകളെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നമ്മൾ പറയും ആളുകളെ കുറിച്ച് കൗണ്ട് കുറവാണ് എന്ന് പറയും അല്ലേ? കുട്ടികളില്ലാത്ത ആളുകൾ പറയും പരിശോധിച്ചാൽ കൗണ്ട് കുറവാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബീജകണികകളുടെ എണ്ണം കുറവാണെന്ന് അതിന്റെ അർത്ഥം. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഒരു തവണ മനുഷ്യന്റെ ശുക്ലം വിസർജിക്കപ്പെടുമ്പോൾ അതിൽ 200 കോടിയോളം ബീജകണികകൾ ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. 200 കോടിയോളം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം നമ്മുടെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും ഉണ്ടാക്കാൻ ആവശ്യമായ ബീജങ്ങളുണ്ട് എന്നർത്ഥം. 200 ഇന്ത്യയിലായിട്ടില്ല, ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം കൂടെ കൂടിയാൽ തന്നെ അത്ര തികയോന്നുള്ള കാര്യം സംശയമാണ്. ആലോചിച്ച് നോക്കൂ. തീർന്നില്ല. 1 മില്ലി ലിറ്ററിൽ 20 മുതൽ 40 കോടി വരെ ബീജകണികകൾ ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. 1 മില്ലിയിൽ. ഇനി കൗണ്ട് കുറവ് എന്ന് പറഞ്ഞാൽ എന്താ?
1 മില്ലിയിൽ 2 കോടി ബീജകണികകളിൽ കുറവാണ് എങ്കിൽ ചുരുങ്ങിയതിൽ 2 കോടി വേണം. നല്ല ആരോഗ്യമുള്ളവനാണെങ്കിൽ 20 മുതൽ 40 കോടി വരെ 1 മില്ലി ലിറ്ററിൽ ഉണ്ടാകും. എന്നാൽ 2 കോടിയിൽ കുറവാണെങ്കിൽ അതിൽ മനുഷ്യന്റെ സ്ത്രീയുമായിട്ടുള്ള അണ്ഡവുമായിട്ടുള്ള സങ്കലനം നടക്കില്ല. അപ്പോഴാണ് ഡോക്ടർമാര് പറയുന്നത് നിനക്ക് കൗണ്ട് കുറവാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, ആരാണ് ഈ കൗണ്ട് നൽകിയത്? ആരാണ് ഈ കുറവ് നൽകിയത്? ആരാണ് ഇതിന്റെ പിന്നിലുള്ള വലിയ ശക്തി? അപ്പൊ അതാണ് ബീജം നമ്മളൊക്കെ ഉണ്ടായത്. മാഷാ അല്ലാഹ്. ഇനി സ്ത്രീയുടേത് അണ്ഡം. ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം എന്നറിയപ്പെടുന്നത്. 1 ഇഞ്ചിന്റെ 200ൽ 1 ഇതിന്റെ വലിപ്പം. ഒരുപക്ഷെ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഈ കോശത്തെ കാണാൻ കഴിയും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതിന് ഗോളാകൃതിയാണ്. ഇതിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, നമ്മൾ ഇങ്ങനെ ഒരു കുട്ടിയായി വളരുകയില്ലേ? അതിന്റെ ആദ്യത്തെ ഘട്ടത്തിലേക്കുള്ള ഭ്രൂണ വളർച്ചയുടെ തുടക്കത്തിലേക്കുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും അല്ലാഹു തആല ഇതിൽ സംവിധാനിച്ചിട്ടുണ്ട് എന്ന് ശാസ്ത്രം പറയാണ്. ഈ അണ്ഡത്തിലാണ് ഭ്രൂണ വളർച്ചയുടെ തുടക്കത്തിലേക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളെ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലേ? അതാണ് അലം യകുനു തുഫതം മിൻ മനിയുംന. അവൻ കേവലം തെറിച്ച് വീഴപ്പെടുന്ന സ്പേം എമിറ്റഡ്, അവൻ ഇങ്ങനെ തെറിച്ച് വീഴുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ലേ? ശാസ്ത്രം 18-ാം നൂറ്റാണ്ട് വരെ പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ പുരുഷന്റെ ശുക്ലം ഘനീഭവിച്ചിട്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പോയിട്ട് അങ്ങനെ ഭ്രൂണം ഉണ്ടാവുന്നു, അങ്ങനെ കുട്ടി ഉണ്ടാവുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് 18-ാം നൂറ്റാണ്ട് വരെ. എന്നാൽ പരിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ, ഇന്നാ ഖലഖനാകും മിൻ സകരിൻ വ ഉൻസ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും. നമ്മളൊന്ന് കൂടെ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅം മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ ഫജഅൽനാഹു സമീഅൻ ബസീറാ. സൂറത്തുൽ ഇൻസാൻ അതല്ലെങ്കിൽ സൂറത്തുൽ ദഹർ അല്ലേ? എന്തൊരു വർത്താനാണ് ഈ പറഞ്ഞത്. ഇന്ന് നമുക്കൊരു പേരുണ്ട്, ഇന്ന് നമുക്കൊരു അഡ്രസ് ഉണ്ട്, ഇന്ന് നമുക്ക് ഒരു സ്ഥാനുണ്ട്, ഒരു വലിപ്പം, ഒരു രൂപം എല്ലാം ഉണ്ട്. ഓരോരുത്തർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്നാ മനുഷ്യ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തോ നീ. കാരണം എന്താണെന്നറിയോ? നീ എന്തായിരുന്നു? ഹൽ അതാ അലൽ ഇൻസാൻ, മനുഷ്യന്റെ മേലിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? ഹീനും മിനദ് ദഹരി, കാലത്തിൽ നിന്നൊരു സമയം കഴിഞ്ഞു പോയിട്ടില്ലേ? ലം യകുൻ ശൈഅം മദ്കൂറാ, അവനൊന്നുമേ ആയിരുന്നില്ലല്ലോ. എന്റെ പേരുണ്ടായിരുന്നില്ലല്ലോ, ഞാനാകുമോ എന്നറിയായിരുന്നില്ലല്ലോ, ആണ് പെണ്ണ് അറിയായിരുന്നില്ലല്ലോ. ലം യകുൻ ശൈഅം മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിൻ നുത്ഫത്തിൻ അംശാജ്, പരസ്പരം കൂടിച്ചേർന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. അംശാജ്, പരസ്പരം കൂടിച്ചേർന്ന സ്ത്രീയുടെ അണ്ഡവുമായി കൂടിച്ചേർന്ന ബീജത്തിൽ നിന്ന്, അങ്ങനെയുള്ള സിദ്ധാന്തത്തിൽ നിന്ന് മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു അല്ലേ? അപ്പൊ നമ്മൾ പഠിക്കണം. പുരുഷന്റെ ചെറിയ ബീജം, സൂക്ഷ്മമായ ബീജം, സ്ത്രീയുടെ അണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് ഇനി അങ്ങനെ മനുഷ്യൻ ഉണ്ടായിക്കോട്ടെ, അതല്ലല്ലോ. അത്ഭുതം എന്താ?
ആദം നബി അലൈഹിസ്സലാമിന് ഹവ്വാ ബീവിയെ നൽകി. വമിൻ ആയാതി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. വമിൻ ആയാതിഹി, അല്ലാഹു തആല ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, മനുഷ്യരായ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ അല്ലാഹു തആല സംവിധാനിച്ചു എന്നത്. അപ്പൊ കല്യാണം, വിവാഹം, ആദം നബി ഹവ്വാ ബീവി, ലോകാവസാനം വരെയുള്ള സ്ത്രീ പുരുഷന്മാർ പരസ്പരം വിവാഹത്തിലൂടെ യോജിക്കുക എന്നുള്ളതും അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ അത്ഭുതകരമായ ഒരു നിഅമത്താണ്. അങ്ങനെയാണ് ബീജം കൊണ്ടൊക്കെ യോജിക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെ ഉണ്ടായെന്നത് നിങ്ങൾക്ക് ഒക്കെ നമ്മൾ ചിന്തിക്കണം. ഒരണ്ടവുമായി കൂടിച്ചേർന്ന ആ ബീജത്തെയാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ഇത് വളർന്നിട്ടാണ് ഭ്രൂണമാകുന്നത്. ചിന്തിക്കണം. ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, ദാറുൽ ഹുദയിൽ ഞങ്ങൾ പഠിക്കുമ്പോ അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി യൂണിയനുമായി സഹകരിച്ചിട്ട് ദാറുൽ ഹുദയിൽ വലിയ ഒരു എക്സിബിഷൻ നടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, ഞാനത് ദാറുൽ ഹുദയിൽ അന്ന് ഞാൻ 2ാം ക്ലാസ്സിലെ 2ാം വർഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. 1998 അല്ലെങ്കിൽ 7 8 എന്നാണ്. പക്ഷെ എന്നും എൻ്റെ മനസ്സിൽ ആ ഒരു എക്സിബിഷൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ അവന്റെ ഒടുക്കം വരെ ഒരു എക്സിബിഷനാണ്. ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും, മെഡിക്കൽ ഈ എക്സിബിഷനൊക്കെ പോയാൽ എല്ലാം കാണും. ഒരു ദിവസമാകുമ്പോൾ മനുഷ്യന്റെ രൂപം, 4 മാസമാകുമ്പോൾ അവന്റെ കോലം, 8 മാസമാകുമ്പോൾ മനുഷ്യന്റെ കോലം. കോലം ഉണ്ടാക്കിയതല്ല, യഥാർത്ഥത്തിലുള്ളത്. മെഡിക്കൽ കോളേജ് ആണല്ലോ, ഭ്രൂണങ്ങൾ ശേഖരിച്ച് അവസാനം ഒരു ഡെഡ് ബോഡി ഉണ്ട്. നമ്മൾ പത്രങ്ങളിലൊക്കെ കാണും, നാം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ കൊടുത്ത ആരുടെയെങ്കിലും ആയിരിക്കും ഡെഡ് ബോഡി, ശരിക്കുള്ള ഡെഡ് ബോഡി. അതിന്റെ ഉള്ളിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ കാണിച്ചു തരും, ദേ ശ്വാസകോശം, ദേ പ്ലീഹ, ദേ ചെറുകുടൽ, ദേ വൻകുടൽ. അങ്ങനെ ഓരോന്നും മാഷാ അല്ലാഹു ഖാൻ. എന്താ, എങ്ങനെ ഉണ്ടായി? ആരാണിതിന്റെ പിന്നിൽ? നോക്കണം നിങ്ങൾ. ഇവിടെ വളരെ ഗൗരവപൂർവമായ ഒരു കാര്യം ഞാൻ പറയാണ്. ആണാകണം പെണ്ണാകണം എന്നത് ഇതുപോലെയുള്ള നമ്മുടെ തീരുമാനമല്ല. ഇതിലൊന്നും നമ്മുടെ തീരുമാനമില്ലാത്തതുപോലെ തന്നെ ആണ് പെണ്ണ്, ഇതിലും നമ്മുടെ തീരുമാനമില്ല. സഹോദരിമാരാലോചിക്കണം. മരുമക്കള്, മോൻ കല്യാണം കഴിച്ചു, 1ാമത്തത് പെണ്ണ്. അപ്പോൾ തന്നെ ചില അമ്മായിമാരുടെ മുഖം ഒന്ന് ചുളിയും. മാവൂരിലൊന്നും അങ്ങനെയല്ല കേട്ടോ. 2ാമത്തതും പെണ്ണ്, 3ാമത്തതും പെണ്ണ്. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. അതിന്റെ പേരിൽ മരുമോളെ ചീത്ത പറയാ, അതിന്റെ പേരിൽ ആളുകളോട് പറയാ, അതിന്റെ പേരിൽ ചെറുപ്പക്കാര് തന്നെ പലപ്പോഴും ആശങ്കാകുലരാവുക. അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവർക്കാണ് ഈ പറഞ്ഞ പണിയൊക്കെ ഉള്ളത്. എന്തേ? എടോ, നീ എങ്ങനെ ഉണ്ടായി എന്നതുപോലെ തന്നെ നിന്റെ മക്കൾ. അത് നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഖാദിറായ, തഖ്ദീർ നടത്തുന്ന മുദബ്ബിറായ നീ പറഞ്ഞിട്ട് എന്ത് കാര്യം? 3 പെണ്ണായി, എന്താ ചെയ്യാ? ഇന്നിപ്പോ ഇവിടെ ഒരു വാർത്ത ഞാൻ കണ്ടു. ഇപ്പൊ ഫേസ്ബുക്കിലാണല്ലോ, ബുഖാരിയിൽ പറഞ്ഞാലും മുസ്ലിമിൽ പറഞ്ഞാലും ഒന്നും മനുഷ്യന്മാർക്ക് വിശ്വാസം വരുന്നില്ല എന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിൽ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസമായി പോയി. അതുപോലെ ഫേസ്ബുക്കിൽ എങ്ങാണ്ട് കണ്ടൊരു വാർത്തയാണ്, സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ മാതാപിതാക്കൾ കുട്ടികളെ ഒഴിവാക്കിയത്. സുബ്ഹാനല്ലാഹ്, അതൊക്കെയാണ് കഥകൾ. എന്താ പറയാ, അമ്മത്തൊട്ടിലുകൾ അല്ലേ? എവിടെ കേട്ടില്ല അമ്മത്തൊട്ടിലുകൾ? എന്താ അമ്മത്തൊട്ടില്? നീ വ്യഭിചരിച്ചോ ഇഷ്ടം പോലെ, അഥവാ കുട്ടി ഉണ്ടായിട്ട് നിനക്ക് വളർത്താൻ വയ്യ, നീ പേടിക്കണ്ട, അതിനെ തെരുവിലൊന്നും ഉപേക്ഷിക്കല്ലേ, അതിനെ പട്ടികളൊന്നും കടിച്ചുകൊണ്ടെടുത്ത് ഇടല്ലേ, നീ ഇടാനത് ആരും കാണാതെ നീ കൊണ്ടുവന്നിട്ടോ അമ്മത്തൊട്ടില് അല്ലേ? ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹുവിന്റെ തീരുമാനമാണ്. പിന്നെയും നമ്മൾ ശാസ്ത്രം പറയുന്നത് കുട്ടിയാണാവണോ പെണ്ണാവണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന
അതിന്റെ കാര്യങ്ങൾ പോലും നിയന്ത്രിക്കപ്പെടുന്നത് പുരുഷന്റെ ബീജകണികയിൽ നിന്നാണ് എന്നാണ്. അതൊന്നും ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഒന്നുകൂടെ വരണ്ടവരായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് അതാണ്. അതിലും സ്ത്രീക്കതിൽ പങ്കില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. സ്ത്രീയുടെ അണ്ഡത്തിൽ ഒരു കുഞ്ഞിനെ, എന്നാൽ പുരുഷന്റെ അണ്ഡത്തിൽ അത് സ്ത്രീയാവണോ പുരുഷനാവണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഭാഗമുള്ളത് അവന്റെ ആ ബീജകണികയിലാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഈ ബീജം സഞ്ചരിച്ചത് ഈ അണ്ഡവുമായി കൂടിച്ചേരുന്നത്? ശാസ്ത്രം പറയുന്നില്ല. എങ്ങനെയാണ് ബാക്കി കൂടിച്ചേരാതിരിക്കുന്നത്? ശാസ്ത്രം കണ്ടെത്തുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. ഏതായാലും എന്റെ മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ശരീരത്തിൽ നൽകിയിരിക്കുന്ന സൃഷ്ടി അവിടെ നിൽക്കട്ടെ. അല്ലാഹ് പറയാണ്, അല്ലാഹുവാണ് ചിരിപ്പിച്ചവൻ, അല്ലാഹുവാണ് കരയിക്കുന്നവൻ. വേറെ ഒരു ജീവിക്കും ഈ ചിരിയില്ലല്ലോ. കേവലം ഒന്ന് ചിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്ര പേശികൾ ചലിക്കണമെന്നറിയോ? എത്ര രക്തം പ്രവർത്തിക്കണമെന്നറിയോ? നമ്മുടെ ചുണ്ടുകൾ, നമ്മുടെ നിയന്ത്രണം, നമ്മുടെ മനസ്സ്, നമ്മുടെ തലച്ചോറ് എന്തെല്ലാം ചലിപ്പിക്കണമെന്നറിയോ? ആരാണിതിനുള്ള കഴിവ് നൽകിയത്? അതവനാണ്. വഹുവൽ ഹഫീളു ലനാ വലൈസ യഊദുഹു ഫി അർളിഹി ഹിഫ്ളുൻ വലാ ബിസമാഹു. ചിന്തിക്കുക. കണ്ണുകൊണ്ട് സിനിമ കാണാൻ തോന്നുമ്പോ, സഹോദരിമാരെ സീരിയൽ കാണാൻ തോന്നുമ്പോ, ഹറാമിലേക്ക് നോക്കാൻ ആഗ്രഹിക്കുമ്പോ, ഖുർആനിലേക്കുള്ള നോട്ടത്തെ നമ്മുടെ കണ്ണുകൾ പിൻവലിക്കുമ്പോ നമ്മൾ ചിന്തിക്കുക, ഇതാര് നൽകിയതാണ്? അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണുകൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയില്ലേ? കണ്ണുകളെ താരതമ്യം ചെയ്യാറുള്ളത് ക്യാമറയോടാണ്. ഒരു ക്യാമറ, എന്താണ് ക്യാമറക്കുള്ളത്? ക്യാമറയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിന്റെ ഡയഫ്രം, അതിന്റെ ലെൻസ്, അതിലുള്ള ഫിലിം. ആ ഫിലിമിലാണ് ഈ ക്യാമറയുടെ നമ്മൾ അതിൽ പിടിച്ചെടുക്കുന്ന സംഗതികൾ ആ ക്യാമറയുടെ ഫിലിമിലാണ് അതങ്ങനെ സേവ് ആയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തെ പോലെയല്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇപ്പൊ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്. ഒരാളോടെ ബൈക്കിൽ അപകടത്തിൽപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ അത് മെല്ലെ അപകടത്തിൽ. നാളെ പത്രത്തിൽ എവിടെയാ കണ്ട പോലെ തോന്നുന്നു, ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ഇടിച്ചിട്ട് 2-3 ആളുകൾ വീണിട്ടുണ്ട്. അപ്പൊ ഈ 2-3 ആളുകൾ വീണപ്പോ അതിൽ വീണ ഒരുത്തം മറ്റൊല്ല ഫോട്ടോ എടുക്കുക. എന്താ നമ്മുടെയൊക്കെ ഒരു ഉഷാർ, എന്താ ഉഷാർ! ഇതാ അവസ്ഥ. അപ്പോ ഇതാണ് ക്യാമറ എങ്കിൽ എത്തുന്നപ്പോ ഹൈ ഡയമെൻഷൻ എന്നാ പറയാ. ഇത്ര അതിന്റെ മെഗാ പിക്സൽ ഉള്ള, ഇത്ര ക്ലാരിറ്റി ഉള്ള, അല്ലേ, ഇത്ര വിശാലതയിൽ അത് സൂം ചെയ്യാൻ കഴിയുന്ന, അത് ഷോട്ട് ചെയ്യാൻ കഴിയുന്ന, ഇത്ര വിശാലതയെ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന ഇല്ല പ്രിയപ്പെട്ടവരെ. കണ്ണുപോലൊരു ക്യാമറ, അള്ളാഹുവിന്റെ സംവിധാനത്തെ വെല്ലുന്ന ഒന്ന് മനുഷ്യനുണ്ടാക്കാൻ കഴിയില്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എന്താണ് ഈ കണ്ണ്? അള്ളാഹു ഇതിന്റെ രൂപപ്പെടുത്തിയ നോക്കൂ നിങ്ങൾ. കണ്ണിന്റെ കൃഷ്ണമണി അല്ലേ, കണ്ണിന്റെ ലെൻസ്, കണ്ണിന്റെ റെറ്റിന, അതിന്റെ കാര്യക്ഷമതയിൽ കണ്ണിനെ വെല്ലാൻ ഏത് ക്യാമറക്കാ കഴിയാ? ഈ കണ്ണിന് ഓർബിറ്റ് ഉണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, ആ ഓർബിറ്റ് ഒരസ്ഥിയുടെ ഒരു ഗുഹയിലാണ് ഈ കണ്ണിനെ അള്ളാഹു വെച്ചിരിക്കുന്നത്. ഈ കണ്ണിനെ അള്ളാഹു തആല ഒരു ക്ഷതവും വരാതിരിക്കാൻ കൊഴുപ്പ് കൊണ്ടുള്ള ഒരു കുശ്യനിൽ അള്ളാഹു തആല വെച്ചിരിക്കുന്നു. പിന്നെയോ 6 പേശികൾ ഒരു കണ്ണിന്റെ ഒരു ഭാഗത്ത് നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ്. കണ്ണിന് പുറത്ത് നിന്ന് വരുന്ന എന്തെങ്കിലും അക്രമങ്ങളോ, എന്തെങ്കിലും അണുക്കളോ, കാറ്റോ, പൊടിപടലങ്ങളോ വരാതിരിക്കാൻ അല്ലാഹു തആല കണ്ണിന് 2 പോളകളെ സംവിധാനിച്ചിരിക്കുന്നു. കണ്ണിങ്ങനെ തുറക്കുകയും അടയുകയും ചെയ്യും. കണ്ണുകൾ വരണ്ടു പോകാതിരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ണിന്റെ മുകളിലെ പോളയുടെ താഴ്ഭാഗത്തായി കണ്ണീർ ഗ്രന്ഥികളെ സംവിധാനിച്ചിരിക്കുന്നു. കണ്ണീർ ഗ്രന്ഥികളെ
ഈ കണ്ണീർ ഗ്രന്ഥികളിലാകട്ടെ ലൈസോസോം എന്ന ഒരു എസൻസ് ഉണ്ടത്രേ. ഈ എസൻസിലൂടെയാണ് ശരീരത്തിലെ ഏതു ഭാഗങ്ങൾക്ക് രോഗം ബാധിച്ചാലും അത് കണ്ണിന് ബാധിക്കാതിരിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതിലൂടെ നമ്മൾ നിറങ്ങൾ കാണുന്നു, ഇതിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുന്നു, ഈ അണ്ഡകടാകത്തെ നമ്മൾ നോക്കിക്കാണുന്നു. അത്ഭുതങ്ങൾ തീർത്താൽ തീരുമോ? ഇതാര് നൽകിയതാണ്? ഈ കണ്ണീർ ഗ്രന്ഥി ആര് നൽകിയതാണ്? ഈ കണ്ണുകളുടെ മുകളിലുള്ള രോമങ്ങൾ പ്രകാശമടിച്ചാൽ കണ്ണ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു പ്രത്യേകമായ വളവോടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ കണ്ണുകളുടെ മുകൾ ഭാഗത്ത് രോമങ്ങളെ അല്ലാഹു തആല നൽകിയിരിക്കുകയാണ് അല്ലേ. എന്നിട്ട് ആ കണ്ണ് അത് നമ്മൾ മോശം കാണാൻ ഉപയോഗിക്കാൻ പാടില്ല അല്ലേ. കണ്ണില്ലാത്തവരെ കാണാറില്ലേ നമ്മൾ? കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾ. സമർക്കന്ദിൽ നമ്മുടെ സമ്മേളനം നടക്കുമ്പോ, SKSSFന്റെ സമ്മേളനം നടക്കുമ്പോ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഡോക്ടർ നവാസ് നിസാർ മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട അയ്യൂബാണ്, അയ്യൂബ് കൂളിമാടാണ് സമർക്കന്ദിൽ നിന്ന് നവാസ് നിസാർ മരിച്ച വിവരം എന്നോട് പറഞ്ഞത്. കണ്ണുണ്ടായിരുന്നില്ല, അന്ധതയെ തോൽപ്പിച്ചു ആ ചെറുപ്പക്കാരൻ. എത്രയോ പണ്ഡിതന്മാരുടെ ദുആകൾ കിട്ടി, എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകൾ കിട്ടി. എന്തുകൊണ്ടെന്നാൽ നമ്മെപ്പോലെ അല്ലാഹു തആല കണ്ണ് നൽകാതിരുന്നപ്പോ ആ വിധിയുടെ മുമ്പിൽ നവാസ് തോറ്റു നിന്നില്ല. ആ വിധി അവൻ ജയിച്ചു. ആ വിധിക്കെതിരായി അവൻ പൊരുതി. എനിക്ക് കണ്ണില്ലെങ്കിലും കണ്ണുള്ളവനേക്കാൾ വലിയ നേട്ടങ്ങൾ ഡോക്ടർ നവാസ് നിസാർ നേടിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു വചനം, കണ്ണെന്ന അത്ഭുതം ആർക്കെങ്കിലും കൊടുക്കാതെ ഏതെങ്കിലും ആളെ അല്ലാഹു തആല പരീക്ഷിക്കുകയും അവൻ അതിൽ ക്ഷമിക്കുകയും ചെയ്താൽ അല്ലാഹു തആല അവന് സ്വർഗം നൽകുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാ തീരൂല. സമയം 12:10. ചിന്തിക്കൂ, ഒരു ഷഹാദത്ത് ചൊല്ലൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ചെവി നിങ്ങൾ നോക്കൂ. ബാഹ്യകർണം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ബാഹ്യകർണം. ഈ ബാഹ്യകർണം കൊണ്ടാണ് നമ്മൾ ശബ്ദങ്ങളെ കൃത്യമായി കേൾക്കുന്നത്. അത് വെറും ബാഹ്യമാണെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? മധ്യകർണമുണ്ട്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതിന്റെ ഉള്ളിൽ നമ്മുടെ ശബ്ദങ്ങൾ മുഴുവൻ വേർതിരിച്ചറിയാൻ കഴിയുന്നത്. ചിന്തിച്ചു നോക്കൂ, എത്രയെത്ര ശബ്ദങ്ങൾ. കോക്ലിയ എന്ന് പറഞ്ഞ ഒരു സംവിധാനം അല്ലാഹു തആല ചെവിയുടെ ഉള്ളിൽ സംവിധാനിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ ഒരു ചെറുപ്പക്കാരനായ കൂട്ടുകാരന്റെ മോൾക്ക് കോക്ലിയ ഇംപ്ലാന്റ് സർജറി നടത്തുകയുണ്ടായി. കോക്ലിയ ഇംപ്ലാന്റ് സർജറി 8 ലക്ഷം രൂപയാണ് അതിന് ചെലവായത്. 5 ലക്ഷം രൂപ സർക്കാർ കൊടുത്തു. സർക്കാരിന് പോലും കാരുണ്യാണ്. കാരണം അത്രയും അനിവാര്യമായ സംഗതിയാണ്. ചെവി കേൾക്കാൻ കഴിയാത്ത ആൾക്ക് സംസാരിക്കാനും കഴിയില്ല. എന്തുകൊണ്ട്? ചെവിയിലൂടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് ഭാഷാ സംവിധാനം അറിയാനുള്ള കഴിവ് നൽകുന്നത്. അങ്ങനെയാണ് അല്ലമഹുൽ ബയാൻ. മറ്റുള്ളവരിലേക്ക് ആശയവിനിമയം നടത്തണമെങ്കിൽ ഇവൻ ആദ്യം ഇത് കേൾക്കണമല്ലോ. കേൾക്കാതിരുന്നാൽ ഇവന് പറയാൻ കഴിയില്ല, എന്താണ് പറയേണ്ടത് എന്നറിയില്ല. അതുകൊണ്ടാണ് ആംഗ്യത്തിലൂടെ അവൻ കാര്യങ്ങൾ പഠിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എന്തെല്ലാം അത്ഭുതങ്ങൾ. വാസന, എത്രയോ 10,000 വാസനകൾ അനുഭവിക്കാൻ നമ്മുടെ മൂക്കിന്, നമ്മുടെ നാവിലെ രുചിമുകുളങ്ങൾ 90,000-9,000-ഓളം രുചിമുകുളങ്ങൾ നമ്മുടെ നാവിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ തൊലികൾ നോക്കൂ നിങ്ങൾ, തണുപ്പറിയാൻ, നമ്മുടെ ചൂടറിയാൻ, അതുപോലെ വേദനയറിയാൻ. അങ്ങനെ പറഞ്ഞാ തീരോ? ശരീരത്തിലുള്ള നാഡികൾ എന്താ നമ്മൾ പറയാ? ആരാണിതിന്റെ പിന്നിൽ? അല്ലേ? മനുഷ്യന്റെ ബുദ്ധി, അവന്റെ മസ്തിഷ്കം, അവന്റെ ഹൃദയം 1400 ഗ്രാമാണ് മസ്തിഷ്കത്തിനുള്ളത്. ആ മസ്തിഷ്കത്തിൽ ന്യൂറോണുകളുണ്ട്, ആയിരക്കണക്കിന് ന്യൂറോണുകൾ. ഈ ന്യൂറോണുകളിലൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ,
സെക്കൻഡുകളുടെ അംശങ്ങൾ കൊണ്ടല്ലേ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഒരു സാധനം നമ്മൾ പറയുമ്പോ ആ പറയുന്ന കാര്യം ഇപ്പൊ നിങ്ങൾ കേൾക്കുകയാണ്. നിങ്ങളുടെ ചെവിയിൽ എത്രയോ കാര്യങ്ങൾ നടന്നു, അങ്ങനെ നിങ്ങളുടെ തലച്ചോറിലതെത്തി. ഞാനിത് പറയുന്ന അതേ സമയത്ത് തന്നെ ആ സംഗതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതാരാ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാർ. അല്ലാഹു നിങ്ങൾക്ക് ചെവിയും കേൾവി ശക്തിയും, അല്ലാഹു നിങ്ങൾക്ക് കണ്ണും കാഴ്ച ശക്തിയും അല്ലേ. റബ്ബിന്റെ മുമ്പിൽ നിന്ന് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ നമുക്ക് നേരണ്ടാവോ? അതാണ് അല്ലാഹ്. അത്ഭുതകരമായ സംവിധാനം. ഓരോന്നും പറഞ്ഞാൽ ഒരുപാട് സമയം വേണം. വഅന്നഹു ഹുവ അമാത വഅഹ്യാ. അല്ലാഹുവാണ് മരിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവൻ. ഏതായാലും നമ്മൾ പറഞ്ഞെത്തിയത് ഒരു ബീജം ഒരു അണ്ഡവുമായി കൂടിച്ചേർന്ന് അതൊരു സിക്താണ്ഡമായി മാറിയാൽ ചിന്തിക്കണം. പിന്നെ എന്താകും? പിന്നെ ആ നുത്ഫത്തിനെ, ആ സിക്താണ്ഡത്തെ നാം അലഖത്താക്കി മാറ്റി, ഭ്രൂണമാക്കി മാറ്റി. അലഖത്ത്, ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മോറിസ് ബുക്കായി ഇതിനെക്കുറിച്ച് പഠനം നടത്തി, ഇതിനെക്കുറിച്ച് ഗ്രന്ഥം എഴുതി. വില്യം കീത്ത്മൂർ അദ്ദേഹം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. എന്തുകൊണ്ടെന്നാൽ ഖുർആൻ അലഖത്ത്, അലഖ് എന്ന് പ്രയോഗിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്താണല്ലോ. അലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരർത്ഥം അട്ട എന്ന അർത്ഥം എടുത്തത് ഒട്ടിപ്പിടിക്കുക എന്നാണ്. അലക്ക പരസ്പരം ബന്ധിപ്പിക്കുന്നതിനാണ്, ഒരു സാധനവുമായിട്ട് ചേർക്കുന്നതിനാണ് അലക്ക, ബന്ധിപ്പിച്ചു. തഅല്ലുഖ് എന്നൊക്കെ പറയല്ലോ നമ്മൾ, തഅല്ലുഖ് ബന്ധം. അലക്ക ഈ ഭ്രൂണം പറയുന്നു അദ്ദേഹം, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ഈ സിക്താണ്ഡം പ്രവേശിച്ച് 7 ദിവസം കഴിഞ്ഞാൽ വളരെ കൃത്യമായി അതൊരു അട്ടയുടെ രൂപത്തിലുണ്ടാകും. വില്യം കീത്ത്മൂർ പറയുന്നുണ്ട്, ആ അട്ടയുടെ രൂപത്തിലുള്ള ഈ സാധനം ഗർഭപാത്രത്തിന്റെ ആന്തരപാളിയായ എൻഡോമെട്രിയത്തിൽ പോയി ഒട്ടിപ്പിടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. വില്യം കീത്ത്മൂറിന്റെ ഈ വാക്കുകൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഖുർആൻ ആദ്യം പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ശാസ്ത്രമില്ല, സാങ്കേതിക വിദ്യയൊന്നുമില്ല. നോക്കൂ നിങ്ങൾ, ثم خلقنا النطفة علقة فخلقنا العلقة مضغة. ഈ ഭ്രൂണത്തെ മുളകത്താക്കി മാറ്റും. മലക എന്ന് പറഞ്ഞാൽ ചവച്ചരച്ചു എന്നാണ്. ചവച്ചരച്ച മാംസകഷ്ണത്തിനാണ് മുളകത്ത് എന്ന് പറയുന്നത്. മോറിസ് ബുക്കായി പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിലെ ഈ മുളകത്ത് എന്ന പ്രയോഗം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വളരെ കൃത്യമായിട്ട് ഭ്രൂണത്തെ സംബന്ധിച്ച് ഞാൻ പഠനം നടത്തിയപ്പോൾ പല്ലുകൊണ്ട് ക്ഷതമേറ്റ പാടുകൾ പോലും എനിക്ക് ആ ഭ്രൂണത്തിൽ കാണുവാൻ സാധിച്ചു. അദ്ദേഹം പറയുകയാണ്, ഏതായാലും ഭ്രൂണത്തെ അതേ അല്ലാഹു തആല മാംസകഷ്ണമാക്കി. പിന്നീട് അല്ലാഹു തആല അതിൽ നിന്ന് അസ്ഥിയെ, എല്ലിനെ രൂപപ്പെടുത്തുന്നു. ചിന്തിക്കണം നിങ്ങൾ, നമുക്കിത് അനുഭവമാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുമ്പോ ആ മാംസ എല്ലിനെ മാംസം കൊണ്ട് നാം പൊതിയുകയാണ്. എന്നിട്ടോ അങ്ങനെ എല്ലായി മാംസമായി രൂപപ്പെടുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഈ ഗർഭപാത്രത്തിൽ കുട്ടി രൂപപ്പെടുമ്പോ ശാസ്ത്രം ഒരുപാട് കാലം അത്ഭുതപ്പെട്ടിരുന്നു. 1 അടിവയറിന്റെ ഭിത്തി, 2 ഗർഭപാത്രത്തിന്റെ ഭിത്തി. മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാഹു തആല ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഉറക്കാമീൻ പറയാം, അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.
ഒന്നും കൂടെ ഉറക്കെ ആവേശത്തോടെ. ഇതൊക്കെ നമ്മൾ പഠിക്കുകയും അറിയുകയും ഖുർആനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണല്ലോ. അല്ലാഹു തആല ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. രണ്ടിരിട്ട്, ഒന്ന് അടിവയറും ഒന്ന് ഗർഭപാത്രം. ഖുർആൻ പറഞ്ഞു യഖ്ലുഖും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ദുലുമാതിൻ സലാസ്. 3 ഇരുട്ടുകൾക്കുള്ളിലാണ് ഒരു കുട്ടിയെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചെടുക്കുന്നത് എന്ന്. ഏതാണ് 3 ഇരുട്ടുകൾ? പരിശുദ്ധ ഖുർആനിന്റെ ഈ പ്രഖ്യാപനം. ഒന്ന് ഗർഭപാത്രം. എത്ര വലിയ അത്ഭുതമാണ്! ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന് 8 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയും ഉള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം പറഞ്ഞത് വിശ്വസിക്കല്ലാതെ നമുക്ക് മാർഗമൊന്നുമില്ലല്ലോ. സംഭവം നമ്മൾക്ക് ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിലും ഗർഭപാത്രത്തിന്റെ അളവൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. ശാസ്ത്രം പറയുന്നു ഇത്രയാണതിന്റെ വീതി, ഇത്രയാണതിന്റെ നീളം. പ്രസവം അടുക്കുമ്പോഴേക്കത് 30 സെന്റിമീറ്റർ ആയി വർദ്ധിക്കുമെന്നാണ്. സാധാരണ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ 1 സ്പൂണിലധികം വെള്ളം കൊള്ളൂല, 1 സ്പൂണിലധികം. എന്നാൽ 500 മടങ്ങായി വർദ്ധിച്ചിട്ട് പ്രസവിക്കാൻ അടുത്ത ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ 5 ലിറ്ററും വെള്ളവും ഭാരമാകട്ടെ 1 കിലോഗ്രാം ഭാരവുമായിട്ട് ആ ഗർഭപാത്രം മാത്രം വികസിക്കുകയാണ്. കുട്ടിയുടെ ഭാരത്തിന് പുറമെ ആ ഗർഭപാത്രത്തിന് മാത്രം 1 കിലോഗ്രാം ഉണ്ടാവുമെന്നാണ്. അപ്പൊ അതൊന്നാമത്തേത്. രണ്ടാമത്തേതോ അടിവയർ. മൂന്നാമത്തെ ഒന്ന് ശാസ്ത്രം പറയുന്നു. മൂന്നാമത്തെ ഒന്നുണ്ട്. ഈ കുട്ടിക്ക് ഇതിൽ നിന്നെല്ലാം സംരക്ഷണം നൽകുന്ന, അവനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു പാടയുണ്ട്. ആ പാടയുടെ പേര് ആംനിയോൺ കോറിയോൺ പാട എന്നുള്ളതാണ്. 24ാമത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ അട്ടയെപ്പോലെ, പിന്നെ ചവച്ചു തുപ്പിയ ഒരു മാംസകഷ്ണത്തെ പോലെ പിന്നെ മനുഷ്യനായി രൂപാന്തരപ്പെടുന്നു. മോമിനെ ഒന്നാലോചിച്ചു നോക്കൂ. കണ്ണുകൾ, കാതുകൾ, ചെവികൾ, മനുഷ്യനാവശ്യമായ എല്ലാ അവയവങ്ങളും നൽകുകയാണ്. സൂറത്തുൽ ഹജ്ജിന്റെ 5ാമത്തെ ആയത്ത് വലിയ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ് ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا. ആയത്ത് തീർന്നിട്ടില്ല. സൂറത്തുൽ ഹജ്ജിന്റെ 5. എന്താ അല്ലാഹു പറയുന്നത്? ഞാൻ അർത്ഥം മാത്രം പറയാം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. രണ്ടാമത് നിങ്ങൾ അല്ലാഹു തആല സൃഷ്ടിക്കും, പുനരുദ്ധാരണം നടത്തും, മഹ്ശറിലേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? എന്നാൽ ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നിങ്ങളെ ആദ്യം നാം മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയാൻ സുമ്മ മിൻ നുത്ഫ, പിന്നെ ഇന്ദ്രിയത്തുള്ളി, സുമ്മ മിൻ അലഖ, പിന്നെ ഞാൻ ഈ പറഞ്ഞ ഭ്രൂണം, സുമ്മ മിൻ മുദ്ഗ, പിന്നെ മാംസകഷ്ണം, മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ. ചിലത് അല്ലാഹു തആല അങ്ങ് രൂപപ്പെടുത്തും, എന്നിട്ട് പ്രസവം. ചിലത് അല്ലാഹു തആല ഭ്രൂണത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കി കളയും. അല്ലേ? എന്തൊക്കെ അത്ഭുതം ഉണ്ടാവാറുണ്ട് ജന്മത്തിൽ. ചിലപ്പോൾ 2 കുട്ടികൾ ഉണ്ടാവും, ഇരട്ട കുട്ടികൾ. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്
7 കുട്ടികളാണെന്നാണ് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത്. 7 കുട്ടികൾ. ഇനിയിപ്പോ നിങ്ങളുടെ നാട്ടിൽ 8 കുട്ടികളും 10 കുട്ടികളൊക്കെ ഒറ്റ പ്രസവത്തിൽ. അതൊരു അത്ഭുതകരമാണെന്നുള്ളതാണ്. അതായത് ഒരു ബീജം ഒരണ്ടത്തെ അന്വേഷിക്കുമ്പോ രണ്ടാമത്തെ ബീജം രണ്ടാമത്തെ ഒരണ്ടവുമായിട്ട് കൂടിച്ചേർന്നാൽ ചിലപ്പോൾ ഇരട്ട കുട്ടികളാവും. ഇരട്ട കുട്ടികളെ പറ്റിയിട്ട് തന്നെ വലിയൊരു പഠനമുണ്ട്. സജാതീയ ഇരട്ടകൾ, വിജാതീയ ഇരട്ടകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാറുണ്ട്. സജാതി എന്ന് പറഞ്ഞാൽ ഒരേ രൂപത്തിലുള്ള കുട്ടികൾ. കണ്ടിട്ടില്ലേ? ദാറുൽ ഹുദയില് തമാശയായിട്ട് പറഞ്ഞൊരു സംഗതിയാണ്. ഉണ്ടായതാണോ ഇല്ലേന്ന് എനിക്കറിയില്ല. ചമ്മാട്ടെന്ന് ദാറുൽ 2 ഇരട്ട കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവരെ കളിയാക്കുന്ന ഒരു സംഗതിയാണ്. ചമ്മാട്ടെന്ന് ഇന്നാലിനാണ്, ആളെ പേര് ഞാൻ പറയുന്നില്ല, മൂപ്പര് കയ്യാട്ടി ആ ബസ്സേരെ നിർത്തിയില്ല. ദാറുൽ ഹുദന്റെ മുമ്പിലെത്തിയപ്പോ മൂപ്പരുടെ അനുജുണ്ട് അവിടെ, ഇരട്ട കുട്ടിയായ മൂപ്പര് കയ്യാട്ടി. ബസ്സേര് മൂപ്പരെ കയറ്റിന്ന് മാത്രം, മൂപ്പരുന്ന് കാശൊന്നും വാങ്ങിയില്ല, നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം, ഞങ്ങൾ അവിടുന്ന് അറിയാതെ നിർത്താതെ പോണതാണ്. അപ്പൊ എന്താ സംഗതി? മോല് വിചാരിച്ചു ഇയാള് ഞങ്ങളെ ബസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് എത്തിന്ന് വിചാരിച്ചാണ്. സജാതീയ ഇരട്ടകൾ, വിജാതീയ ഇരട്ടകൾ, സയാമീസ് ഇരട്ടകൾ ഒരത്ഭുതമാണ്. അല്ലാഹു തആല അങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതായത് ഈ ഗർഭപാത്രത്തിൽ ഈ ഇരട്ടകൾക്ക് വിശാലത നൽകപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവ ചിലപ്പോ ഒട്ടിച്ചേരും, ചിലപ്പോ മുഖം ഒട്ടിച്ചേരും. ഒരു 10 കൊല്ലം മുമ്പ് ഏകദേശം 2 പെൺകുട്ടികൾ അവരുടെ തല ഒട്ടിച്ചേർന്നിട്ട് ഓപ്പറേഷനിലൂടെ വേർപ്പെടുത്തിയിട്ട് അവർ മരിച്ച വാർത്തയൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു. ഒക്കെ സൃഷ്ടിലോകത്തെ ഓരോ അത്ഭുതങ്ങളാണ്. ഒക്കെ അല്ലാഹു, ഇതിലൊന്നും നമുക്ക് യാതൊരു പങ്കുമില്ല. മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ ലിയുബയ്യിന ലക്കും, ഇതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മാ, കൃത്യമായ ഒരു സമയം വരെ ഗർഭപാത്രത്തിൽ നാം സൂക്ഷിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പ്രസവമാണ്. അതും ഏറ്റവും വലിയ അത്ഭുതമാണ്. 200 എല്ലുകൾ ഒരുമിച്ചൊടിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അത്രയും വലിയ വേദന അനുഭവിച്ച് അതൊക്കെ ഒരു പ്രത്യേകമായ രീതിയിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുകയാണ്. എന്നിട്ടൊരു കുട്ടിയായിട്ട് ഈ ഗർഭപാത്രത്തിൽ നിന്ന് നാം കൊണ്ടുവരുന്നു. എന്നിട്ട് നിങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ആദം നബിയെ സൃഷ്ടിച്ചതുപോലെ തന്നെ ഒന്നുമില്ല, അങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ചു. എന്നിട്ടോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നല്ല ഉറച്ചതാക്കി. അല്ലേ? ആദം നബി അലൈഹിസ്സലാമിന് ജീവൻ നൽകി, പിന്നീട് ആദം നബി അലൈഹിസ്സലാമിന് മരണം നൽകി എന്നതുപോലെ ചില ആളുകളെ അല്ലാഹു തആല നേരത്തെ മരിപ്പിക്കുന്നതാണ്. ചില ആളുകൾക്ക് അല്ലാഹു തആല ഓർമ്മയുള്ള കാലത്ത് തന്നെ മരിപ്പിക്കും. ചില ആളുകൾക്ക് വയസ്സിന്റെ അവസാനം പറയുന്നതും കേൾക്കുന്നതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത അങ്ങനത്തെ ഒരു കാലത്ത്, അല്ലേ? ഗർഭപാത്രത്തിനുള്ളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരവയവം പോലെ മറുപിള്ള എന്നാണ് അതിന് പറയാ. അപ്പൊ ഗർഭാശയത്തിലെ ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് മറുപിള്ള എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രസവം കഴിഞ്ഞ ഉടനെ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വരുന്ന അത് അല്ലാഹു തആല ഈ ഭ്രൂണത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു സംരക്ഷണമാണെന്നാ പറയുന്നത്. അതിലൂടെയാണ് ഭ്രൂണത്തിന് ഭക്ഷണം നൽകുന്നത്, അതിലൂടെയാണ് അതിനാവശ്യമായ ജലം, അതിനാവശ്യമായ ഓക്സിജൻ ഇതെല്ലാം നൽകുന്നത്. അതിലൂടെയാണ്, അതിൽ നിന്നാണ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഒരു ഇലക്ട്രിക് വേവ് പോലെ എല്ലാം കടന്നു വരാൻ ആവശ്യമായ രീതിയിൽ പൊക്കിൾ കൊടി സംവിധാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത അറിയണോ നിങ്ങൾക്ക്? ഈ ഉമ്മാക്ക് വരെ രോഗമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ രോഗാണു ശരീരത്തിൽ നിന്ന് കുഞ്ഞിലേക്ക് പ്രവേശിക്കാതെ തടഞ്ഞു നിർത്തുന്ന മറുപിള്ളയാണെന്നാണ് ശാസ്ത്രം പറയുന്നത്.
പക്ഷേ 2 അണുക്കൾ അതിനെയും കടന്ന് കുഞ്ഞിലേക്ക് പ്രവേശിക്കും. 2 അണുക്കൾ. അതിൽ നിന്ന് ഒന്ന് സിഫിലിസിന്റെ അണുവാണ്, മറ്റൊന്ന് HIV ആണ്. ലൈംഗികമായ അരാജകത്വങ്ങളിലൂടെ ഉണ്ടാകുന്ന ഈ 2 അണുക്കളെയും ആ മറുപിള്ളക്ക് പ്രതിരോധിക്കുവാൻ കഴിയില്ല എന്ന് ശാസ്ത്രം നമ്മോട് പറയുകയാണ്. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരു കുഞ്ഞി ലോകത്തേക്ക് ജനിക്കുമ്പോ, നമ്മളൊക്കെ ഈ ലോകത്തേക്ക് ജനിച്ചു വീണപ്പോൾ ആദ്യമായി ചെയ്ത പ്രക്രിയ കരയുക എന്നതാണ്. അതും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മനുഷ്യന് അവന്റെ നശ്വരതയെ ബോധ്യപ്പെടുത്താൻ, അവന്റെ അവസ്ഥയെ ബോധ്യപ്പെടുത്താൻ, തന്നെയുമല്ല ഈ കരച്ചിലൂടെ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് നൽകാൻ അല്ലാഹു തആല നൽകിയ ഒരു രീതിയാണ്. തന്നെയുമല്ല അങ്ങനെ കരയുമ്പോൾ ഈ കുഞ്ഞ് കണ്ണ് അടച്ചു പിടിക്കും എന്ന് പറയുന്നു. ഈ കുഞ്ഞ് കണ്ണുകൾ അടച്ചു പിടിക്കും. അടച്ചു പിടിക്കുന്നത് എന്തിനാണ്? കുഞ്ഞിന്റെ കണ്ണുനീർ, ഈ കുഞ്ഞിന്റെ കണ്ണുനീര് പീളക്കുഴിയിലൂടെ കുഞ്ഞിന്റെ തൊണ്ടയിലേക്ക് ഇറങ്ങണം. അതല്ലെങ്കിൽ കുഞ്ഞാണല്ലോ, തൊണ്ട വരണ്ടാൽ ആ കുഞ്ഞിന് മരണം വരെ സംഭവിക്കാം. അതുകൊണ്ടാണ് കരയണാദ്യം, എന്നിട്ട് ആ കരച്ചിലിന്റെ കണ്ണീര് തൊണ്ടയിലേക്ക് എത്തണം. മാതാവിന്റെ മുലപ്പാലെത്തുന്നതിന്റെ മുമ്പ് സ്വന്തം കണ്ണീര് കൊണ്ട് ഈ തൊണ്ട നനയ്ക്കുന്ന ഒരു സംവിധാനം അല്ലാഹുവേ, വലദത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. ജനങ്ങൾ നിന്റെ ചുറ്റുഭാഗത്തും സന്തോഷിക്കുമ്പോ മനുഷ്യ നീ കരഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തേക്ക് ജന്മം കൊള്ളുന്നത് എന്ന് കവി നമ്മോട് പറയുകയാണ്. നോക്കൂ, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് കുഞ്ഞിന് 2 വർഷമെങ്കിലും മുല കൊടുക്കുക എന്നത്. അള്ളാഹുവിന്റെ ഒരു തീരുമാനമായി തന്നെ 2 വർഷമെങ്കിലും പെണ്ണ് മുല കൊടുക്കട്ടെ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്ത്രീകൾക്കതിന് മടിയാണ്. അവൾ പറയുന്നത് അവളുടെ സൗന്ദര്യം കുറഞ്ഞു പോകും. അതാ കുഞ്ഞുമായുള്ള ഒരു ബന്ധത്തെ സ്ഥാപിക്കുന്നു. തന്നെയുമല്ല, ഇത്രമേൽ വലിയ പോഷകങ്ങളുള്ള ഒരു സാങ്കേതിക സംവിധാനവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്തുന്നതിൽ മുഴുവൻ വിഷമാണ് എന്നല്ലേ പറയുന്നത്. നെസ്ലെയുടെ പാൽപ്പൊടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കലക്കി കൊടുക്കാറുള്ളത്. ലാക്ടജൻ കലക്കി കൊടുക്കാറുണ്ട്. നെസ്ലെയുടെ ഏറ്റവും പുതിയ പാൽപ്പൊടികൾ കുട്ടികൾക്ക് കലക്കി കൊടുക്കാറുണ്ട്. ഷോപ്പിൽ ചെന്നാ കിട്ടും. 2 വർഷമുള്ള കുട്ടിക്ക്, 1 വയസ്സുള്ള കുട്ടിക്ക്, 6 വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ വിഷം കൊടുക്കുകയാണ് പലരും. മാതാവിന്റെ ഒരു സ്നേഹക്കുറവ് ഈ കുട്ടി അനുഭവിക്കുമ്പോ ഒരുപാട് പോഷകങ്ങളും മാതാവിന്റെ പരിലാളനയും ആ കുഞ്ഞിന് നഷ്ടപ്പെടാതിരിക്കാനാണ് ഹൗലൈനി കാമിലൈൻ, 2 വർഷം പൂർണ്ണമായി ഉമ്മ കുഞ്ഞിന് മുലയൂട്ടട്ടെ. ശാസ്ത്രം പറയുന്നു, ആദ്യത്തെ 5 ദിവസങ്ങളിൽ ഈ കുഞ്ഞു കുടിക്കുന്ന മുലപ്പാലുണ്ടല്ലോ, അതിൽ ഏറ്റവും വലിയ ആന്റിബയോട്ടിക്കുകളുണ്ട്. എല്ലാ ആരോഗ്യവും കുഞ്ഞിന് നൽകുന്ന സംവിധാനം അതിലുണ്ട്. കോളോസ്ട്രം എന്ന് പറയുന്ന ഒരു മരുന്നിലും ഇതുവരെ ഉപയോഗിക്കാത്ത, ഒരു പാൽപ്പൊടിയിലും ഉപയോഗിക്കാത്ത, അതിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകമായ സംവിധാനം അല്ലാഹു തആല ആ മുലപ്പാലിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കുഞ്ഞ് വളരുകയാണ്. നമ്മൾ വളർന്നു. അസ്ഥികൾ എത്ര അത്ഭുതങ്ങളാണ്, പേശികൾ, നാഡീവ്യവസ്ഥകൾ, ദഹനം ഞാൻ പറയേണ്ടതില്ലല്ലോ. ദഹനത്തിന് വേണ്ടിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആമാശയത്തിൽ ഒരു പ്രത്യേകമായ ആസിഡ് സംവിധാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ആസിഡ് നമ്മുടെ ആമാശയത്തെ ദഹിപ്പിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതമല്ലേ? ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ. രക്തചംക്രമണം, രക്തം അത്ഭുതമാണ്, രക്തം കടത്തുകാരനാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5 ലിറ്റർ രക്തമെങ്കിലും ഉണ്ട് എന്നാ പറയുന്നത്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ
നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇത് ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുന്നത് ഈ രക്തമാകുന്നു. രക്തം ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുമ്പോ രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ശോധരക്താണുക്കളുടെ ഏറ്റവും വലിയ ഉൽപ്പന്നമായ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി കലർന്നത് കൊണ്ടാണ് നമ്മുടെ രക്തത്തിന് ചുവന്ന നിറം കിട്ടുന്നത്. ഇങ്ങനെ ചുവന്ന നിറത്തിലുള്ള ഈ രക്തത്തിൽ കോടിക്കണക്കിന് എത്രയോ കോടിക്കണക്കിന് വരുന്ന ചുവന്ന രക്താണുക്കൾ ശരീരത്തിലുണ്ട്. ഒരു ചുവന്ന രക്താണു 120 ദിവസമാണ് ഇത്രേ ചുരുങ്ങിയത് ജീവിക്കുന്നത്. ഈ ചുവന്ന രക്താണു ഒരു സെക്കൻഡിൽ 30 ലക്ഷം ചുവന്ന രക്താണുക്കൾ നശിക്കുകയും അത്ര തന്നെ ചുവന്ന രക്താണുക്കൾ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രം നമ്മോട് സിദ്ധാന്തിക്കുന്നത്. എന്തിന്? പ്രതിരോധത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രക്തത്തെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തെ ചെവിയിലൂടെ നമ്മുടെ ശരീരം ബാലൻസ് ചെയ്ത് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചെവിയുടെ അകം. മറ്റൊന്ന് നമ്മുടെ രക്തമാണ്. രക്തം, ഞരമ്പുകൾ, സിരകൾ എല്ലാം വിശദീകരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ഹൃദയം, ഞാൻ അതിലേക്ക് കടക്കേണ്ടതില്ലല്ലോ. ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ്. ചെറിയ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മമായ ആ ബീജകണികയിൽ നിന്ന് വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്. ജീവനില്ലാത്ത ഈ അണ്ഡത്തിൽ നിന്ന്, ബീജത്തിൽ നിന്ന് ജീവനുള്ള മനുഷ്യനെ നീ പുറത്തു കൊണ്ടുവന്നു. വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ. മനുഷ്യന്റെ ശരീരത്തിൽ നിന്നാകട്ടെ ജീവനില്ലാത്ത ഒട്ടനേകം സംഗതികളെ അല്ലാഹു തആല പുറത്തു തള്ളുകയും ചെയ്യുന്നു. അതല്ലെങ്കിൽ അവസാനം അവനെ മരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അത്ഭുതങ്ങൾ മനുഷ്യ ശരീരത്തിൽ എണ്ണിയാലൊടുങ്ങാതെയുണ്ട്. ഇന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും രോഗങ്ങൾ പുതിയത്, മരുന്നുകൾ പുതിയത്, കോശങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ, അത്ഭുതകരമായ വൃത്താന്തങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറഞ്ഞതുപോലെ ചക്രവാളങ്ങളിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം. അവരുടെ സ്വന്തം ശരീരങ്ങളിലും അല്ലാഹു ഉണ്ട്. അവൻ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവനാണ്, അവൻ ആരാധിക്കപ്പെടേണ്ടവനാണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന അസംഖ്യം അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, കേട്ടത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ.